ദലിയയും ലസ്സിയും പാലുമടക്കം നല്ല റൊട്ടിയും മാങ്ങാക്കറിയും വരെ നീളുന്ന വിഭവങ്ങൾ. ഉത്തരേന്ത്യയിലെ ചൂടുകാല ഭക്ഷണ രീതികളുടെ കഥ പറയാം. പുലർച്ചെ ഒരു ഗ്ലാസ് ചൂടുചായ ചൂടുകാലത്ത് ഉത്തരേന്ത്യയിലെ പതിവല്ല. ഇത് മലയാളി എന്ന മേൽവിലാസത്തിൻ്റെ സൗജന്യത്തിൽ എനിക്ക് സ്പെഷ്യലായി കിട്ടിയതാണ്. പതിവ് തെറ്റിച്ചാണ് ഇന്നത്തെ കഥയുടെ തുടക്കം. തീൻമേശയിലെ ഈ വിഭവങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമീണരുടെ ഒരു നേരത്തെയല്ല, ഒരു ദിവസത്തെ ഭക്ഷണമാണ്. പുലർച്ചെ ഒരു ഗ്ലാസ് ലസ്സി, പ്രാതലായി ഒരു പിഞ്ഞാണം ദലിയയും ഒപ്പം ശർക്കരയും. ഉച്ചയ്ക്ക് 1-2 ഗ്ലാസ് ഉപ്പു ചേർത്ത നാരങ്ങാ വെള്ളവും റൊട്ടിയും സാലഡും. വൈകിട്ട് നെയ്യ് പുരട്ടിയ തവാറൊട്ടിയും പച്ചക്കറിക്കറിയും. ആഴ്ചയിൽ 1-2 ദിവസം സ്പെഷ്യലായി ഈ മാങ്ങക്കറിയും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഈ മാങ്ങാക്കറിയും റൊട്ടിയും ചേർന്ന കോമ്പിനേഷനാണ്. വല്ലാത്ത രുചിയാണ്, കഴിക്കാം. 45 ഡിഗ്രിയാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും നിലവിൽ താപനില. ഇടയ്ക്കിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ മൺകൂജയിൽ എപ്പോഴും ശുദ്ധമായ വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന പതിവ് ഗ്രാമങ്ങളിലുണ്ട്. മാംസവിഭവങ്ങൾ ചൂടുകാലത്ത് ആഴ്ചയിലൊരിക്കലെന്ന തോതിലായി ചുരുക്കും. പകരം പച്ചക്കറികളും സാലഡും തൽസ്ഥാനത്ത് ഇടം പിടിക്കും. ഗോതമ്പും പാലും ചേർത്ത് തയ്യാറാക്കുന്ന രുചികരമായ ഈ വിഭവമാണ് ദലിയ. അതിനായി ഗോതമ്പ് ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അതിനുള്ള ക്രമീകരണം വീട്ടിലെ ഈ മെഷീനിലുണ്ട്. വിഭവങ്ങളിൽ ഒട്ടുമിക്കതും സ്വന്തം കൃഷിയിടത്തിൽ നിന്നുള്ളതാണെന്ന പ്രത്യേകതയും ഗ്രാമങ്ങൾക്കുണ്ട്. മിതശീതോഷ്ണ മേഖലയായതിനാലാണ് കാലാവസ്ഥക്കനുസരിച്ചുള്ള ഭക്ഷണശീലം കേരളീയരായ നമുക്കില്ലാതെ പോയതിന് കാരണം. ചൂടും തണുപ്പും മാറുന്നതിനനുസരിച്ച് ഭക്ഷണത്തിലും മാറ്റം വരുത്തുന്നത് നല്ലതാണെന്ന സന്ദേശമാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ളത്. വീണ്ടും കാണാം.